കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കാച്ചാം തലയിലേക്ക്. നല്ല ഔഷധ ഗുണമുള്ള വെളിച്ചെണ്ണ. അതിലേക്ക് വേണ്ടി നമുക്ക് കയ്യോന്നിയുണ്ട്, പനിക്കുറുക്ക ഇലയുണ്ട്, ഞവര ഇല, നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും, പിന്നെ കറിവേപ്പില, കുറച്ച് തുളസി ഇല, ഇതെല്ലാം കൂടി ഇടിച്ച് പിഴിഞ്ഞെടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 250 വെളിച്ചെണ്ണയ്ക്കുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 250 വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉലുവയും 1 സ്പൂണ് കരിഞ്ജീരകവും ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് നല്ലവണ്ണം കാച്ചണം. ചെറു തീയിലിട്ടാണ് കാച്ചാനുള്ള. ഇരുമ്പ് ചട്ടിയിലുണ്ടെങ്കിൽ അതാണ് ഉത്തമം. ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് കാച്ചുന്നത്. ഇരുമ്പ് ചട്ടിയിൽ കാച്ച് നമ്മൾ ഒരു ദിവസം അതിന് അങ്ങനെ തന്നെ വച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ കുപ്പിയിൽ ഒഴിക്കുക. അപ്പം ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ അതിൽ പിടിക്കും. അപ്പം നല്ല കറുത്ത എണ്ണയായിട്ട് കിട്ടും. ഇതാ കണ്ടല്ലോ, ഇപ്പോഴേ ഇത്ര കറുപ്പുണ്ട്. നല്ല മുടിക്ക് നല്ല ഔഷധ ഗുണമുള്ള എണ്ണയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്ത് വയ്ക്കുന്നത്. തീരുമ്പോൾ ഞാൻ കാച്ചിക്കോളും. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അങ്ങനെ രാവിലെ ഇതാ ഒരു ചൂരക്കുട്ടനെ കിട്ടി. അയാളെ തലയെ വെട്ടി അങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ആ ചൂരക്കുട്ടനെ വെട്ടി തലക്കറി വെച്ച് ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ തല കഴിക്കാൻ ആരും തന്നെ ഇല്ല, ഞാൻ തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അയാളെ മുറിക്കാനോ വെട്ടാനോ ഒന്നും പോയില്ല. അയാളെ മുഴുവനെ വെച്ച് തന്നെ കറി വെച്ച് ഞാൻ കഴിച്ചു. അങ്ങനെ രാവിലെ ഇന്ന് എല്ലാ പണിയും അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. രാവിലെ എല്ലാ പണികളുമായി പിന്നെ ചോറ് വെച്ചു, അച്ചാർ വെച്ചു, മീൻ വെച്ചു, പുളിശ്ശേരി വെച്ചു, എല്ലാം റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ പുട്ടും പയറും പപ്പടവും കപ്പപ്പഴമൊക്കെയാണേ. നമുക്ക് വേണമെന്നുള്ളത് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ രാവിലെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞാൽ ഉച്ച ഊണായി. തോരനുണ്ട്, പുളിശ്ശേരിയുണ്ട്, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, അച്ചാറുകളെല്ലാം ഉണ്ട്. കുഞ്ഞൂണിന് വേണ്ടി വച്ചതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സഹോദരി വരണുണ്ട്. ഇതാ വന്നു കഴിഞ്ഞു. ഇതാ കയറി വരിക. അവളോട് ഞാൻ ഇരിക്കാനൊക്കെ പറയണുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് കയറി വരെയാണ്. അങ്ങനെ അവൾ എന്തെൻ്റെ വിശേഷം, നീ എന്തിനാ ഇന്ന് പെട്ടെന്ന് ഓടി വന്നതെടി? നമുക്ക് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകാമോ? പോകാം, ഞാൻ വരാം. എങ്കിൽ ശരിയടി. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റണില്ല. ഞാൻ പിന്നെ രാവിലെ ഇറങ്ങിയത് തന്നെ നിന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. എങ്ങനെ പോവും? ബസ്സിൽ പോവുമോ? എങ്ങനെയാണ് പോണത്? നമുക്ക് എങ്ങനെയെങ്കിലും പോവാടി. ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചോ പോകാം. നീ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമല്ലോ. ഞാൻ വരുമടി, ഞാനും കൂടെ വരാം. കുറച്ച് ദിവസമായി ഭഗവാനെ കണ്ടിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? വീട്ടിലെന്തെന്ന് പറയാം. പിള്ളേരൊക്കെ വന്നിട്ട് പോയി. ഇന്നാളിവിടെ വന്നല്ലോ അവൾ. വന്നിട്ട് പോയി. എല്ലാവരും സുഖമായിരിക്കണു. പിന്നെ ഞാൻ ഇറങ്ങണടി, നമുക്ക് പിന്നെ കാണാം. കോവിലിൽ വെച്ച് കാണും. എൻ്റെ കോഴികളൊക്കെ പുറത്ത് നിൽക്കുന്നു. എത്രയൊക്കെ പിടിച്ച് അടയ്ക്കണം. ഞാൻ പോണേ. ഇതാ കണ്ടല്ലോ, എൻ്റെ കോഴികളെല്ലാം വിളയിൽ കിടക്കുകയാണ്. അവരിതാ ഇവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് 1-2 പേര് ഓടി. അപ്പുറത്ത് കുറച്ച് വൃത്തിയും വിനയായിട്ട് കിടക്കണ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി. അങ്ങനെ ഇതാ അവരെ കണ്ടും കൊണ്ട് അവിടെ കുറേ വേസ്റ്റ് കിടന്ന് കഴിക്കാനായിട്ട് കുറച്ച് കാക്കക്കുട്ടന്മാർ വന്നു. ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.